നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. നമസ്കാരം. അന്യോന്യത്തിൽ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഒന്നാം നിര നേതാക്കളുടെ ഒരു അഭിമുഖ പരമ്പര ആരംഭിക്കുകയാണ്. അത് താങ്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. വളരെ മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ആഴ്ചകൾക്ക് ശേഷം തന്നെ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. താങ്കളുടെ പാർട്ടി, താങ്കളുടെ മുന്നണി ഒരുക്കത്തിലാണോ? ഏപ്രിൽ ആദ്യം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM ഇടതുപക്ഷ മുന്നണിയും സന്നദ്ധമായി കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും അതിനെ നേരിടാൻ CPIM മുന്നണിയും സന്നദ്ധമാണ്. നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശകലന രംഗത്തൊക്കെ പറയുന്നത് UDF എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രധാന എതിരാളികളായ രാഷ്ട്രീയ ചേരി, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല, കേരളത്തിലെ സാമുദായിക മതപരമായ ഇക്വേഷൻ മുഴുവൻ UDFന് അനുകൂലമാണ് എന്ന ഒരു പ്രതീതിയാണ് പൊതുവെ ഉള്ളത്. അതൊക്കെ ആ തരത്തിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാർട്ടികളുടെ എണ്ണത്തിലെങ്കിലും LDFിൽ കുറവും ഉണ്ട്. ഈ സാഹചര്യത്തിലും ആത്മവിശ്വാസം പാർട്ടിക്കും മുന്നണിക്കും ഉണ്ട്. കേരളത്തിലെ UDFിൻ്റെ നേതൃത്വം കോൺഗ്രസിനാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുന്നണിയുടെ ശക്തി മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണ്. ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസിൻ്റെ കൂടെ ഇല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നിയോജക മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ കഴിയില്ല. നിരവധി നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടും. ഈ രണ്ട് പാർട്ടികൾ അവരുടെ കൂടെ കൂടുമ്പോഴാണ് അതൊരു ശക്തിയായിട്ട് മാറുന്നത്. എന്നാൽ ഈ പാർട്ടികൾ മാത്രമല്ല, കേരളത്തിലെ മതസംഘടനകളും സമുദായ സംഘടനകളും UDFിൻ്റെ പിറകിലുണ്ട്, ഗണ്യമായ ഭാഗം. അതോടൊപ്പം കേരളത്തിലെ കുത്തക മുതലാളിമാർ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾ, ഇവരെല്ലാം തന്നെ UDFിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്ന വസ്തുത ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ മുന്നണി ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ സമുദായ സംഘടനയുടെ നേതൃത്വം തന്നെ ഒരു വിഭാഗം ഇന്ന് UDFിനെതിരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സഭകൾക്കകത്ത് ഇന്നൊരു പുനർചിന്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർവദേശീയ തലത്തിലും തന്നെ ക്രൈസ്തവ സഭകളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം കേരളത്തിലെ ക്രൈസ്തവ സഭകളിലും പ്രകടമാണ്. അധ്വാനിക്കുന്ന വർഗത്തിനോടൊപ്പം നിസ്വവർഗത്തിനോടൊപ്പം നിലകൊള്ളണമെന്നൊരു ചിന്താഗതി ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു വിഭാഗം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ ചലനങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സഭകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് UDFിന് നൽകിക്കൊണ്ടിരുന്ന, അവരുടെ പിന്നിൽ അണിനിരുന്ന ജനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാർഷിക മേഖലയിൽ വരുന്ന പ്രശ്നം, റബ്ബറിൻ്റെ വിലയിടിവ്, നാളികേരത്തിൻ്റെ വിലയിടിവ്, മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെ എല്ലാം ഫലമായി ക്രൈസ്തവ സഭകളിൽ ഈ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭകൾ ഇന്ന് അത്തരം പ്രശ്നങ്ങളിൽ UDF ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തോട് വളരെ എതിരായിട്ടുള്ള നിലപാടുകൾ അവർ പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്നവരുടെ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം മുസ്ലിം ലീഗ് UDFിൻ്റെ കൂടെയാണെങ്കിലും നിരവധി മുസ്ലിം സംഘടനകൾ UDF എടുക്കുന്ന RSSനോട് സ്വീകരിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവം, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നതിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന വിമുഖത, ഇതിനെതിരായിട്ട് അസംതൃപ്തരാണ് മുസ്ലിം ബഹുജനങ്ങളിൽ മഹാഭൂരിപക്ഷം. ഇത് വ്യക്തമാക്കുന്നത് UDFിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ബഹുജനങ്ങളിൽ പുനർചിന്തനം ആരംഭിച്ചിരിക്കുന്നു. 2006 UDFിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികൾ പലരും ഇന്ന് UDFിൻ്റെ കൂടെ ഇല്ല. അവരെല്ലാം തന്നെ ആ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഘടകകക്ഷികൾ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. JSS, CMB ഇവരൊക്കെ തന്നെ പിളർന്നു. കേരള കോൺഗ്രസ് സെക്കുലർ, കേരള കോൺഗ്രസ് B ഇവരൊന്നും ഇന്ന് UDFിൻ്റെ കൂടെ ഇല്ല. ജനതാദൾ യുവിനെ പിളർക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ശിഥിലീകരണം UDFിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭത്തിൽ 2006 UDF അല്ല, 2011 UDFുമല്ല, ഇപ്പോൾ 2016 പോകുമ്പോഴുള്ള UDF എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. 2011 ഉണ്ടായിരുന്ന UDF ഇന്ന് നിലനിൽക്കുന്നില്ല. അതിൽ ശിഥിലീകരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2016 ജനുവരി ആകുമ്പോഴേക്ക്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മുന്നണിയിലുള്ള കക്ഷികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതല്ല ഘടകം. മുന്നണിയുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കപ്പെടുന്നുണ്ട് എന്നതാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. അതൊന്നുകൂടി വികസിപ്പിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. താങ്കൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇത് പറയുമ്പോഴും LDF BJPയുമായി സഖ്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം കൂടി KPCC പ്രസിഡന്റ് ആരോപിച്ചത്. എന്താ മറുപടി? ഇത് ആസൂത്രിതമായി നടത്തുന്നൊരു പ്രചരണമാണ്. കേരളത്തിൽ എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തണമെന്നാണ് കോൺഗ്രസിൻ്റെ ചിന്ത, ഭരണ തുടർച്ച. കേരളത്തിലെ നിയമസഭയിൽ ഏത് വിധേനയും ഇത്തവണ അക്കൗണ്ട് തുറക്കണം എന്ന ചിന്തയിലാണ് BJP ഏർപ്പെട്ടിട്ടുള്ളത്. ഈ രണ്ട് കൂട്ടരുടെയും താല്പര്യം രക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും RSSും ഒത്തുകളിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 1991 ഉണ്ടായതുപോലുള്ളൊരു അവിശുദ്ധ സഖ്യം RSSും കോൺഗ്രസും തമ്മിൽ ഏർപ്പെടുന്ന അവസ്ഥ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതിനു ശേഷം RSSനോട് സ്വീകരിച്ചു വരുന്ന മൃദു സമീപനം. RSSകാർക്കെതിരായിട്ട് ചാർജ് ചെയ്ത കേസുകൾ പിൻവലിച്ചു കൊടുക്കുക, തൊഗാഡിയക്കെതിരായിട്ട് ചാർജ് ചെയ്ത കേസ് വരെ പിൻവലിക്കുക, CPM പ്രവർത്തകന്മാരെ RSSകാർ ആക്രമിക്കുമ്പോൾ പോലീസ് RSSന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, CPM നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കുമെതിരെ RSSനെ തൃപ്തിപ്പെടുത്താൻ UAPA വകുപ്പുകൾ ചേർത്ത് ഉന്നതന്മാരായ നേതാക്കന്മാരെ വരെ ജയിലിലടക്കുക. ഇത് RSSനെ പ്രീണിപ്പിക്കാനെടുക്കുന്ന സമീപനമാണ്. കേരളത്തിൽ UDF ഭരണകാലത്ത് 18 CPM പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു കേസിനകത്ത് പോലും UAPA ചുമത്താൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായില്ല. എന്നാൽ RSSകാർ മരണപ്പെട്ട സംഭവങ്ങൾ CPMകാർ പ്രതികളായ കേസുകളിലൊക്കെ UAPA ചുമത്തുകയാണ്. ഇതവർ RSSനെ പ്രീതിപ്പെടുത്തി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ RSSൻ്റെ വോട്ട് വാങ്ങുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ആസൂത്രിതമായ പ്രവർത്തനമാണ്. അല്ല, അവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് RSSുമായി അക്രമം ഒഴിവാക്കാൻ വേണ്ടി ചർച്ച നടത്താം എന്ന CPIMൻ്റെ ആ ഒരു സമ്മതി അറിയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ്. അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ഇപ്പോഴും തയ്യാറാണ് CPIM. ഇത് CPMും RSSും തമ്മിലുള്ള സംഘർഷം നിലനിർത്തണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം. അങ്ങനെ സംഘർഷം നിലനിർന്നാൽ BJP അണികൾ മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ട് മാറും. ആ മാർക്സിസ്റ്റ് വിരുദ്ധരാകുന്ന അണികളുടെ വോട്ട് വാങ്ങി ഇലക്ഷനിൽ ജയിക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസിനുള്ളത്. ഇവിടെ മുൻകാലങ്ങളിലും RSS CPMുമായി ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഘട്ടങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. ഇപ്പോൾ RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത് പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ CPMുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. അവരാണ് ആദ്യം ചർച്ചയ്ക്കുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത്. ആ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ അതിനനുകൂലമായ നിലപാട് CPM സ്വീകരിച്ചു. ഈ നിലപാട് ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്ന ആദ്യത്തെ ഒരു സമീപനമല്ല. സമാധാനത്തിന് വേണ്ടി ആരുമായും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് CPMൻ്റെ നിലപാട്. പക്ഷേ ഭാഗവതിൻ്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം തന്നെ CPIMൻ്റെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. ആ പ്രസ്താവന പുറത്തു വന്ന് പിറ്റേ ദിവസം തന്നെ കണ്ണൂരിലൊരു CPM പ്രവർത്തകൻ അയാളുടെ കാല് മുറിക്കത്തക്ക വിധത്തിലുള്ള ആക്രമണത്തിന് വിധേയമായി. നിരവധി CPM പ്രവർത്തകന്മാർക്കെതിരെ അതിന് ശേഷവും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് RSSൻ്റെ ഒരു ദ്വിമുഖ തന്ത്രമാണ്. ഒരു ഭാഗത്ത് സമാധാനം പറയുക, മറുഭാഗത്ത് ആക്രമണം നടത്തുക. സമാധാനം പറയുന്നത് RSS ഇതിനൊക്കെ എതിരാണെന്ന് പൊതുസമൂഹത്തിലൊരു ധാരണയുണ്ടാക്കുക, എന്നിട്ട് ആ ധാരണയുണ്ടാക്കി മറുഭാഗത്ത് അവരുടെ അണികളെ ആക്രമണത്തിന് വേണ്ടി കഠാരിയുമായി ബോംബുമായിട്ട് ഇറക്കി വിടുക. ഇതാണ് RSS സ്വീകരിക്കുന്നത്. RSSൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ CBI ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുക. ഇത് CPMനെ ഒരു ഭാഗത്ത് കടന്നാക്രമിക്കുക, വേറൊരു ഭാഗത്ത് സമാധാനം പറയുക. RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത് നടത്തിയിട്ടുള്ള ആ പ്രഖ്യാപനം അത് സംബന്ധിച്ച് ഒരു തുടർച്ചയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ RSS ഇങ്ങനെ ആക്രമണം നടത്തുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അവരെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞൊരു പ്രതികരണം മാത്രമാണ്. ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു നിലപാട് RSSനുണ്ടെങ്കിൽ അവനൊരു തുടർച്ചയായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മുമ്പ് കൃഷ്ണയ്യർ മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു ചർച്ച സന്നദ്ധ പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ ഞങ്ങളതിന് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പല സന്ദർഭങ്ങളിലും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് CPM സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇപ്പോൾ എടുത്ത നിലപാടൊരു പുതിയ നിലപാടല്ല. എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനമാണ്. അത് BJPയുമായിട്ട് മാത്രമല്ല, എല്ലാ കക്ഷികളുമായിട്ട് സംഘർഷമുള്ള സ്ഥലങ്ങളിൽ സമാധാനത്തിന് വേണ്ടി അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ ആദ്യം സമാധാനത്തിന് വേണ്ടി അവസരം ഉപയോഗിക്കും. മുസ്ലിം ലീഗുമായി സംഘർഷം ഉണ്ടായ സ്ഥലത്ത് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്.
കോൺഗ്രസുമായിട്ട് സംഘർഷം ഉണ്ടായ സ്ഥലത്ത് ഞങ്ങൾ സമാധാനത്തിന് സന്നദ്ധമായിട്ടുണ്ട്. ഇത് സമാധാനം കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു പാർട്ടിയുടെ തുറന്ന സമീപനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ നിലപാട്. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെതിരെ നടക്കുന്ന നീക്കം പറഞ്ഞു, അതിപ്പോൾ വീണ്ടും സജീവമായിട്ടുണ്ട്. അദ്ദേഹം കേസിൽ പ്രതി ചേർക്കപ്പെടും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വീണ്ടും 3ാം തവണയും വിളിച്ചു എന്ന വാർത്ത വന്നു. അത് ഈ സാഹചര്യത്തിൽ പൊന്തി വരുന്നത് ഗൂഢാലോചനയാണ് എന്നാണോ പറഞ്ഞത്? CBIയും BJPയുടെ നിർദ്ദേശപ്രകാരം CBI അങ്ങനെ ആക്ട് ചെയ്യുകയാണോ? അവിടെ RSSകാരൻ കതിരൂരിൽ കൊല ചെയ്യപ്പെട്ട കേസിൽ നിരപരാധികളായ നിരവധി CPM പ്രവർത്തകന്മാർ ഇതിനകം പ്രതി ചേർത്ത് കഴിഞ്ഞു. അതിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി P ജയരാജനെ പ്രതി ചേർക്കണം എന്ന് RSSൻ്റെ ഒരു ആവശ്യമാണ്. അത് സംബന്ധിച്ച ഒരു തെളിവും കണ്ടെത്താൻ CBIക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് CBI 2 പ്രാവശ്യം നോട്ടീസ് നൽകി വിളിച്ചിട്ടും P ജയരാജനെ പ്രതി ചേർക്കത്തക്ക വിധത്തിൽ ഒരു തെളിവും ലഭിക്കാത്തതുകൊണ്ട് അന്നവർ പ്രതി ചേർത്തില്ല. അതിനെ തുടർന്ന് ജയരാജൻ കോടതിയെ സമീപിച്ചു. കോടതിയിൽ CBI പറഞ്ഞു ഞങ്ങൾക്ക് അദ്ദേഹം പ്രതിയല്ല എന്നുള്ള നിലപാടെടുത്ത് കോടതി അറിയിച്ചു. അതിനുശേഷം ഇപ്പോൾ മോഹൻ ഭാഗവത് കൊച്ചിയിൽ വന്നപ്പോൾ കണ്ണൂരിൽ വെച്ച് ഒരു സംഘം RSS പ്രവർത്തകന്മാർ മോഹൻ ഭാഗവതിനെ കണ്ടു. P ജയരാജനെ എന്തായാലും കേസിൽ ഉൾപ്പെടുത്തണം എന്ന് RSS ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ മോഹൻ ഭാഗവത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു. RSS ആണ് ഇപ്പോൾ CBIയെ നിയന്ത്രിക്കുന്നത്. RSSൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹിയിലെ കേജ്രിവാളിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തത്. RSS എന്ത് നിർദ്ദേശിക്കുന്നു അതാണ് CBI ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ ഭാഗവത് നേരിട്ടിടപെട്ട് ഇങ്ങനെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്, ഇടപെടണം എന്നാവശ്യപ്പെട്ടപ്പോൾ CBIയുടെ ഡയറക്ടർ ഇടപെടുകയാണ്. അങ്ങനെ ഉടനെ നോട്ടീസ് കൊടുക്കുകയാണ് ജയരാജനെ, ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ്. ജയരാജൻ ഇപ്പോൾ ശാരീരികമായി വലിയ അവശത അനുഭവിക്കുന്നൊരു സഖാവാണ്. ജയരാജൻ്റെ ഒരു കൈ RSS വെട്ടിയെടുത്തതാണ്. ആ കൈ തുന്നിക്കൂട്ടി വെച്ചുകൊണ്ട് സർജറി നടത്തി അദ്ദേഹം ആ കൈ തുന്നിപ്പിടിപ്പിച്ചൊരു കൈയുമായി നടക്കുന്നൊരു സഖാവാണ് ജയരാജൻ. അതിൻ്റെ ഭാഗമായി നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം CBIയോട് പറഞ്ഞു ഞാനിപ്പോൾ ഒരു ചികിത്സയിലാണ്, എനിക്ക് ഹാജരാകുന്നതിന് വേണ്ടി കുറച്ച് സമയം നീട്ടിത്തരണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ വീണ്ടും CBI പറഞ്ഞിരിക്കുകയാണ് ഹാജരാകണം എന്ന് നിർബന്ധിക്കുന്നതിൻ്റെ പിന്നിൽ അയാളെ കേസിൽ ഉൾപ്പെടുത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു, അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ UAPA പ്രകാരമാണ് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. UAPA പ്രകാരം ഒരാളെ കേസിൽ പെടുത്തിക്കഴിഞ്ഞാൽ വിചാരണ കഴിയുന്നതുവരെ ജാമ്യം കിട്ടാനിടയില്ല. അപ്പോൾ വർഷങ്ങളായി ഒരു സഖാവിനെ ജയിലിൽ കിടത്തുക എന്ന ആസൂത്രിതമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത്തരം കേസുകളിൽ CPM നേതാക്കന്മാരെ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ CBI എടുക്കുന്ന നിലപാടിനെ കോൺഗ്രസ് പിന്താങ്ങുകയാണ്. കേരളത്തിൽ BJPയും കോൺഗ്രസും ഒത്തുകളിക്കുന്നുള്ള തെളിവാണത്. സുധീരൻ എടുത്തിരിക്കുന്ന സമീപനം അതാണ്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ CPM നേതാക്കന്മാരെ പെടുത്തണം എന്ന് KPC പ്രസിഡന്റ് ആവശ്യപ്പെടുത്തിയിരിക്കുകയാണ്. KPC പ്രസിഡൻറ്റിൻ്റെ ആവശ്യം CBI നടപ്പാക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആവശ്യവും BJPയുടെ ആവശ്യവും ഒരേ ആവശ്യമാണ്. ഈ 2 കൂട്ടരുടെ ആവശ്യവും ഒന്നു ചേർന്ന് മോഹൻ ഭാഗവത് നടപ്പാക്കി കൊടുക്കുകയാണ്. മോഹൻ ഭാഗവത് ഇടപെട്ട് ഉമ്മൻചാണ്ടിയുടെയും VM സുധീരൻ്റെയും RSSൻ്റെയും ആവശ്യം ഒരേ ആവശ്യമാണ്. ഈ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമ്പോൾ ഇവർ രണ്ടിടയും താല്പര്യം ഒന്നാവും. അപ്പോൾ ഇവരുടെ രണ്ടിടയും ആരുടെയും താല്പര്യം ഒന്നാകുമ്പോൾ ഈ കോൺഗ്രസും RSSും തമ്മിലുള്ള കൂട്ടുകെട്ട് എളുപ്പത്തിൽ നടത്താനുള്ള അവസരമുണ്ടാകും. ഇതിന് കേരളത്തിൽ അന്തരീക്ഷം ഒരുക്കാനാണ് ഈ P ജയരാജനെ കേസിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ കോൺഗ്രസും BJPയും ചേർന്ന് നടത്തുന്ന ഒത്തുകളിയുടെ ഫലമായിട്ടാണ്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും. ഇന്നത് ഞങ്ങൾക്കെതിരായിട്ടാണ് CBI ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ ഇത് കോൺഗ്രസിനെതിരായിട്ടും മുസ്ലിം ലീഗുകാർക്കെതിരായിട്ടും മറ്റുള്ളവർക്കെതിരായിട്ടും CBI ഉപയോഗപ്പെടുത്തപ്പെടും. ഈ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും VM സുധീരനെടുത്ത നിലപാട് CBIയുടെ സമീപനം ശരിയാണെന്നുള്ളതാണ്. ഇതാണ് അവർ സ്വീകരിക്കുന്ന ഒത്തുകളി എന്നുള്ള ഞങ്ങളുടെ നിലപാട് സാധൂകരിക്കപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏത് ചർച്ച നടക്കുമ്പോഴും പൊങ്ങി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം LDFൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നായകനാര്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതാണ്. LDF അത്തരത്തിലുള്ളൊരു രീതി LDFന് ഇല്ലാതിരുന്നിട്ട് പോലും അതുതന്നെയാണ് പൊന്തി വരുന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ വീണ്ടും മത്സരിക്കുന്നുണ്ടോ? മത്സരിക്കാൻ പാർട്ടി അനുവദിക്കുമോ? വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കാതിരിക്കുകയും കേന്ദ്ര നേതൃത്വം ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമോ? അല്ല മറ്റാരെങ്കിലുമൊക്കെ ഉയർന്ന് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമോ എന്നൊക്കെ ചർച്ചാ വിഷയമാണ്. ഇതിന് CPIയും പറയുന്നത് അത് ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യും എന്നാണ്. ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് അല്പം കൂടി അടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പുതുതായി എന്തു പറയാനുണ്ട്? ഇതെല്ലാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ CPM അണികളിലും ഇടതുപക്ഷ അണികളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ
ഇത്തരത്തിലുള്ള പ്രചാര വരകൾ ചെയ്യാറുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. ഈ കഴിഞ്ഞ 2011 ഇലക്ഷൻ സന്ദർഭത്തിലും ഇതേപോലെ വിവാദങ്ങളുണ്ടായിരുന്നു. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലും ഇതുണ്ടായിരുന്നു. 2001 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലും ഇത്തരം വിവാദങ്ങളുണ്ടായിരുന്നു. ഇത് തുടർച്ചയായി കുറേ തിരഞ്ഞെടുപ്പുകളിലായി രാഷ്ട്രീയ എതിരാളികൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ 1957 മുതൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പിന്നീട് CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കും എന്ന് പ്രഖ്യാപിച്ചൊരു ഇലക്ഷനെ നേരിട്ടിട്ടില്ല. എല്ലാ സന്ദർഭങ്ങളിലും ഇലക്ഷനിൽ ജയിച്ചു വരാൻ പറ്റുന്ന ആളുകളെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടുന്ന സന്ദർഭത്തിലാണ് പാർലമെൻ്ററി പാർട്ടി ലീഡർ ആരായിരിക്കണം, മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന തീരുമാനമെടുക്കുന്നത് ഇലക്ഷന് ശേഷം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാലാണ്. എന്നാൽ ഇത്തവണ എല്ലാ മാധ്യമങ്ങളും കൂടി ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു: അടുത്ത മുഖ്യമന്ത്രി CPM ആയിരിക്കും. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ CPM സ്ഥാനാർത്ഥി ആരാണെന്നിപ്പോൾ ചോദിക്കുന്നതിനർത്ഥം CPMനാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് ഇടതുപക്ഷത്തിനാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അതൊരു പോസിറ്റീവായൊരു സൈഡാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് മാറ്റാൻ കഴിയുന്നതല്ല. ഞങ്ങളെപ്പോഴും ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ്. അപ്പം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഞങ്ങൾ നിയമസഭയിലേക്കാണ് ആദ്യം മത്സരിക്കുന്നത്. 140 അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ആ 140 മണ്ഡലങ്ങളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിച്ചു വരുന്നതിനാണ് ഞങ്ങൾ ആദ്യ പരിഗണന. ആ പരിഗണന കൊടുക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മൊത്തം സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ മികവായിരിക്കും എപ്പോഴും ഇലക്ഷനിൽ ഞങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നവരും കഴിവുറ്റ മന്ത്രിമാരാകാൻ പറ്റുന്നവരും നിയമസഭക്കകത്ത് ഇടപെടാൻ പറ്റുന്നവരും ഒക്കെയുള്ളൊരു ടീമിനെ ആയിരിക്കും ഞങ്ങൾ മത്സരിപ്പിക്കാൻ പോകുന്നത്. അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും, യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും, വിവിധ തരത്തിൽ പ്രാവീണ്യരായിട്ടുള്ള വ്യക്തികളുണ്ടാവും. അങ്ങനെ അടുത്ത നിയമസഭ കേരളത്തിൻ്റെ ഭാവിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ടല്ല, ഒരു ടീമിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നേരിടുക. അതിനുശേഷം ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നേതാവ് ആരാണ്, മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് ഇലക്ഷന് ശേഷം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. അത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും മുൻകാലങ്ങളിൽ വന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും അത് വരാൻ പോകുന്നില്ല. ഫലപ്രദമായി കേരളത്തിനെ നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കും. അതിന് പറ്റുന്നൊരു ടീമിനെ മുൻകൂട്ടി ഞങ്ങൾ തീരുമാനിക്കും. അത് ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപനം വരുന്ന ഫെബ്രുവരി മാസത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി പാർട്ടി പോളിറ്റ് ബ്യൂറോവിൻ്റെ സഹായത്തോടു കൂടി CPM മത്സരിക്കുന്ന സീറ്റിലെ സ്ഥാനാർത്ഥികളെ CPMന് പ്രഖ്യാപിക്കാൻ കഴിയും. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജാഥ ആരംഭിക്കാൻ പോവുകയാണ്. ജാഥയുടെ പ്രധാന മുദ്രാവാക്യങ്ങളായി പറയുന്നത് മതേതര കേരളം, അഴിമതി രഹിത, അഴിമതി വിമുക്ത കേരളം എന്നതാണ്. അത് തന്നെയായിരിക്കുമോ പാർട്ടിയുടെ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ? മതനിരപേക്ഷതയും ലൂന്നിയൊന്നുകൊണ്ട് അഴിമതിക്കെതിരായി വികസന കേരളം എന്ന സമീപനം തന്നെയാണ് ഇടതുപക്ഷ മുന്നണി. ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്തായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഒരു നവകേരളം എന്ന മുദ്രാവാക്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് അധികാരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു നവകേരള സൃഷ്ടി എന്നുള്ള 2006 മുദ്രാവാക്യം ഇവിടെ പ്രാവർത്തികമാക്കാൻ UDFന് കഴിഞ്ഞില്ല. UDF ഇപ്പോൾ വികസന രംഗത്ത് മുരടിപ്പ് ആണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം മതനിരപേക്ഷതയുടെ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അഴിമതി വ്യാപകമായിരിക്കുകയാണ്. ഇതാണെന്ന് ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാക്കുന്ന വിധത്തിലുള്ള ക്യാമ്പയിനായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അതുവഴി ഇടതുപക്ഷത്തെ ഇന്ന് അനുകൂലിക്കാത്ത പുതിയൊരു ജനവിഭാഗത്തെ കൂടി ആകർഷിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഉള്ളൊരു മുദ്രാവാക്യമാണ് CPIM ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യം. അതിൻ്റെ പ്രചരണമാണ് ഈ ജാഥ, കേരള വികസന മാർച്ച്, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും അതിനുള്ള വ്യക്തമായ രൂപരേഖ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാർച്ചായിരിക്കും അത്. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കും. ആ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് കേരളത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കും.
ഇതോടൊപ്പം തന്നെ CPM-ൻ്റെ വെബ്സൈറ്റിൽ എല്ലാവർക്കും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള അവസരം കൊടുക്കും. സോഷ്യൽ മീഡിയ വഴി അഭിപ്രായം ശേഖരിക്കും. അങ്ങനെ ജനലക്ഷങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും ഇത്തവണ LDF-ൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ പോകുന്നത്. അതും ഈ കേരള വികസന മാർച്ചിൽ, നവകേരള മാർച്ചിൽ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും. അതിനുശേഷം നവകേരള മാർച്ചിൻ്റെ ഭാഗമായി ഓരോ സ്ഥലത്തുനിന്നും ആളുകൾക്ക് അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ ജാഥ ലീഡർക്ക് സമർപ്പിക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും ഫെബ്രുവരി മാസം ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കാൻ പോകുന്നത്. വളരെയധികം നന്ദി സഹ.